ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നല്ലൊരു തിരുവോണം ആശംസിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. IndiaMart എന്ന വെബ്സൈറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു 2-3 വീഡിയോസൊക്കെ ഓൾറെഡി ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് IndiaMartൽ ഒരു സപ്ലയറായിട്ട് രജിസ്റ്റർ ചെയ്യാം, മാത്രമല്ല എങ്ങനെയാണ് മറ്റ് സപ്ലയേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് സ്ക്രീൻഷോട്ടായിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അയച്ചിട്ട് ഈ സപ്ലയർ എങ്ങനെയാണ്, നല്ലതാണോ, വിശ്വസിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഒരു സപ്ലയറിലേക്ക് എത്തിപ്പെടേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സപ്ലയേഴ്സ് ഉണ്ടല്ലോ ഈ ഒരു വെബ്സൈറ്റിൽ, അതുകൊണ്ട് തന്നെ ഏത് സപ്ലയറെ വെച്ച് ഫൈനലൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പേഴ്സണലി എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് സപ്ലയേഴ്സിനെ കണ്ടെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാറ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് IndiaMart. ആൻഡ് എനിക്ക് പേഴ്സണലി ഇതുവരെയും IndiaMart ഉപയോഗിച്ചുകൊണ്ട് ഒരു പർച്ചേസ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു സപ്ലയറെ കൊണ്ടോ യാതൊരുവിധ ഇഷ്യൂസും ഇതുവരെ ടച്ച്വുഡ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ IndiaMart തന്നെയാണ് ബിസിനസ് ആവശ്യങ്ങൾക്ക് സപ്ലയേഴ്സിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാൻഡ് സാനിറ്റൈസറാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് താല്പര്യമുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഓവറോൾ റേറ്റിംഗ് എത്രയാണെന്നുള്ളതും അവർക്ക് എത്ര സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്, എന്താണ് ഓവറോൾ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ്, എങ്ങനെയാണ് അവർ എന്തൊക്കെ കമൻസ് ആണ് ലീവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇവിടെ തന്നെ യൂസർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ്, ക്വാളിറ്റി, ഡെലിവറി എന്നീ 3 കാര്യങ്ങളിൽ എത്രത്തോണ്ട് % കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അതിനുശേഷം ജസ്റ്റ് ഇവരുടെ പ്രൊഫൈലൊന്ന് നോക്കാം. നമുക്ക് കാണാം ഇവരുടെ GST നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ട്രസ്റ്റ് സീൽ വെരിഫൈഡ് ആയിട്ടുള്ള സപ്ലയർ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും IndiaMartൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതായത് IndiaMartൻ്റെ ട്രസ്റ്റഡ് മെമ്പറാണ് ഈ ഒരു സപ്ലയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. IndiaMart തന്നെ പേഴ്സണലി വെരിഫൈ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഡയറക്ടർ, പ്രൊപ്പറേറ്റർ ആരാണെന്നുള്ളതും, GSTIN, ബിസിനസ് അഡ്രസ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നുള്ളതൊക്കെ ഓൾറെഡി IndiaMart വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സപ്ലയർ ആണെന്നുള്ളത് മനസ്സിലായി. ഇനി സാധാരണഗതിയിൽ നമ്മൾ ജസ്റ്റ് മറ്റൊരു സപ്ലയറുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രസ്റ്റ് സീൽ വെരിഫൈഡ് എന്നുള്ളത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലാത്ത പക്ഷേ നമുക്ക് ഇതുപോലെ വെരിഫൈഡ് സപ്ലയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. അവരുടെ റേറ്റിംഗ് എത്രയാണെന്നുള്ളതും നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റെസ്പോൺസ് റേറ്റ്, യൂസർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് എത്രത്തോണ്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ കോൾ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, താഴെ റെസ്പോൺസ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് IndiaMart ത്രൂ ഈ ഒരു കോൾ ഓപ്ഷൻ വഴി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഈ ഒരു നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ എത്രത്തോണ്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ റെസ്പോൺസ് റേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാനൊരു 60% എബോവ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ IndiaMart എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോൾസ് വരുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും വലിയൊരു കമ്പനി ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് റേറ്റ് കുറയും. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് അക്സെപ്റ്റബിൾ എന്ന് തോന്നുന്ന ഒരു റെസ്പോൺസ് റേറ്റ് ഉണ്ടായാൽ മതി. ഇനി ഒരു സപ്ലയറെ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ ഫൈനലൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഡീഷണൽ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GSTയുടെ വെബ്സൈറ്റിൽ ഇതുവരെ ഫൈൻഡ് എ ടാക്സ് പേയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സപ്ലയറുടെ GST നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് ക്യാപ്ച കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതിനു ശേഷം കമ്പനി ചിലപ്പോൾ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ GST ക്യാൻസലേഷൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അല്ലാതെ എല്ലാ സപ്ലൈസിൻ്റെ ഇതുപോലെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ബൾക്കായിട്ടൊരു പർച്ചേസൊക്കെ നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു സമാധാനത്തിന് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്ന GST നമ്പറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ IndiaMartൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതൊന്നും അല്ലാതെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
എപ്പോഴും നമ്മൾ ഓഫ്ലൈനായിട്ടാണെങ്കിലും ശരി ഒരു സപ്ലയറെ സമീപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിന് സ്യൂട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സപ്ലയേഴ്സ് തന്നെ ആണോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും ശരി, കോൾ ചെയ്യുകയാണെങ്കിലും ഇമെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് അതേ സെൻസിൽ തന്നെ മനസ്സിലാവണം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബിസിനസ് റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എടുത്തു ചാടി ആരും ബൾക്കായിട്ടൊന്നും ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം അത് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ സാമ്പിൾസ് കുറച്ച് എടുക്കും, അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത്. അത് മിക്ക സപ്ലയേഴ്സും അവരുടെ ബിസിനസ്സിന് അത് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കും. ഇതുവരെ ഞാൻ ഇന്ത്യാമാർട്ടിൽ നിന്ന് എന്ത് സാധനം പർച്ചേസ് ചെയ്തപ്പോഴും ഞാൻ സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കത് എൻ്റെ ബിസിനസ്സിന് എക്സാക്ട് മാച്ച് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ബൾക്കായിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാറുള്ളൂ. മാത്രമല്ല പല സപ്ലയേഴ്സിനോടും നിങ്ങൾ സംസാരിക്കണം. ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടായി, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ത്യാമാർട്ട് ഓപ്പൺ ചെയ്തു, ഒരു സപ്ലയറെ കണ്ടു, അവരെ വെച്ച് ഫൈനലൈസ് ചെയ്യാതെ ഡെഫിനറ്റ്ലി നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരോടെല്ലാം അന്വേഷിക്കുക. ഈ ഒരു പ്രോസസ്സ് ഡെഫിനറ്റ്ലി അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ലൊരു സപ്ലയറെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് പിന്നീട് ഇതേ സംഗതി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നമുക്ക് ഓടിപ്പോയി ഈ ഒരു സപ്ലയറിൻ്റെ അടുത്ത് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അത്രയും സപ്ലയേഴ്സിനോട് സംസാരിക്കുക, ആർക്കാണ് നമ്മുടെ റിക്വയർമെൻറ്റായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം മാത്രം ഫൈനലൈസ് ചെയ്യാം. മാത്രമല്ല നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വെക്കുക. എത്ര ദിവസം എടുക്കും ഡിസ്പാച്ച് ചെയ്യാൻ, അവർ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും അത് നമ്മളെ റീച്ച് ചെയ്യാനായിട്ട്, ഏത് കൊറിയർ വഴിയാണ് അവർ അയക്കുക, പേയ്മെൻറ്റ് എങ്ങനെ നമ്മൾ ചെയ്യണം, ടാക്സ് എത്രയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിവതും നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ നമുക്ക് ലീഗലി മൂവ് ചെയ്യണം എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സേഫായിട്ട് ഈ ഒരു കമ്പനി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ബിസിനസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഇതുവരെ നമ്മൾ സപ്ലൈസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടാൽ തന്നെ സപ്ലൈസ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഇൻസ്റ്റൻ്റ്ലി കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.